നമസ്കാരം. ബൂംറയുടെ ഒരു മാസ്റ്റർ ക്ലാസ് ബോളിംഗ്, കെ എൽ രാഹുലിന്റെ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ അതിമനോഹരമായിട്ടുള്ള ബാറ്റിംഗ്, ജോ റൂട്ടിന്റെ സ്ലിപ്പിലെ ഒരു സ്പെക്ടാക്കുലർ ക്യാച്ച്, ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിരയുടെ വാലറ്റത്തിന്റെ ശക്തമായിട്ടുള്ള പ്രതിരോധം, അതുപോലെ തന്നെ ശുഭ്മൻ ഗിൽ ദ ക്യാപ്റ്റന്റെ ഒരു അത്യാഗ്രഹമോ അല്ലെങ്കിൽ ഒരു അധിപത്യമോ എന്ന് പറയാൻ പറ്റുന്ന ബോൾ ചേഞ്ചിങ് സ്ട്രാറ്റജി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ത്യ vs ഇംഗ്ലണ്ട് തേർഡ് ടെസ്റ്റ് 2ാം ദിവസം. വെൽക്കം ടു മല്ലു സ്പെക്ടേറ്റർ. നമുക്ക് ബൂംറയിൽ തന്നെ തുടങ്ങാം. ബൂംറയുടെ ഒരു മാസ്റ്റർ ക്ലാസ് ബോളിംഗ് ആയിരുന്നു ഇന്നലത്തെ രാവിലത്തെ സെഷനിൽ. ബൂംറയെ മറ്റ് ബോളേഴ്സോട്ടുള്ള വ്യത്യസ്തമാക്കുന്ന ഏറ്റവും വലിയ ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ കണ്ടീഷൻസിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട്, എന്താണോ കണ്ടീഷൻസ് അല്ലെങ്കിൽ മാച്ച് സിറ്റുവേഷൻസിനെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഒരു അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു കഴിവ് ബൂംറയ്ക്ക് വലിയ രീതിയിലുണ്ട്. മറ്റ് ബോളേഴ്സിനെ ഈ ഒരു കഴിവ് ഇല്ലാത്തതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ചലഞ്ച്. ഇപ്പോൾ ഈയിടയ്ക്ക് ഒരു സ്റ്റാറ്റ്സ് നമ്മൾ കണ്ടു, ബൂംറ ഇല്ലാത്ത മാച്ചുകളിൽ ഇന്ത്യ കൂടുതൽ ജയിക്കുന്നു എന്നുള്ളത്. ബൂംറ ഇല്ലാത്ത മാച്ചുകളിൽ ബാക്കിയുള്ള ബോളേഴ്സ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നു. ബൂംറ വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ബോളേഴ്സ് മങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടു. അത് തന്നെയാണ് ഇപ്പോൾ ഈ നടക്കുന്ന ടെസ്റ്റിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആകാശ് ദീപ് കഴിഞ്ഞ മാച്ചിൽ ഉണ്ടായിരുന്ന ഒരു ആകാശ് ദീപ് അല്ല ഈ മാച്ചിൽ. സിറാജ് കഴിഞ്ഞ മാച്ചിൽ ഉണ്ടായിരുന്ന ഒരു സിറാജ് അല്ല ഈ ഒരു മാച്ചിൽ. അത് എന്തുകൊണ്ട് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ബൂംറയുടെ ബോളിംഗ് ഇന്നലെ, റൂട്ടിൻ്റെ വിക്കറ്റ്, അതുപോലെ തന്നെ ബെൻ സ്റ്റോക്സിൻ്റെ വിക്കറ്റ്, സൂപ്പർ ബോളിംഗ്. അതായത് ആ ഒരു പിച്ചിൻ്റെ ചരിവിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ഇന്നലെ ബൂംറ എറിഞ്ഞതെല്ലാം വിക്കറ്റ് ആയിരുന്നു. ഔട്ട്സൈഡ് ഓഫ് സ്റ്റംപ് വളരെ കുറച്ചായിരുന്നു ബോൾ ചെയ്തത്. അതായത് LBW അല്ലെങ്കിൽ ബൗൾഡ് ആവാനുള്ള ചാൻസ് അധികമാണ്. ഒരു അൺഈവൻ ബൗൺസ് ഈ ഒരു പിച്ചിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ബൂംറ ശ്രമിച്ചു. അതായത് എന്താണോ പിച്ചിൽ നിന്ന് ഓഫർ ചെയ്യാനുള്ളത് വളരെ ചെറുതാണെങ്കിലും അതിനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു കഴിവ്, അതിനുള്ള ഒരു ബ്രില്യൻസ് ബൂംറയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് ബൂംറയെ വളരെ വ്യത്യസ്തനാക്കുന്നത്. അതിൻ്റെ കൂടെയുള്ള ആക്യുറസിയും ആ ഒരു പേസും പിന്നെ ആ ഒരു ആക്ഷൻ്റെ പ്രത്യേകത എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ബൂംറ ഡെഡ്ലി ആവുന്നത് അതുകൊണ്ടാണ്. ബൂംറയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അതുപോലെ തന്നെ ഡെഡ്ലി ആയിട്ടുള്ള ജോഫ്ര ആർച്ചർ വീണ്ടും ഇന്നലെ തിരിച്ചുവരവ് നടത്തി. സൂപ്പർബായിട്ടുള്ളൊരു ബോളിംഗ്, ആ ഒരു ജയ്സ്വാളിനെ എടുത്ത വിക്കറ്റ്, അൺപ്ലേയബിൾ ആയിട്ടുള്ളൊരു ബോൾ, സൂപ്പർ ഒരു ഡിഫറൻസ് ഇംഗ്ലണ്ടിൻ്റെ ബോളിങ്ങിൽ നമുക്ക് ഇന്നലെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിച്ചു. ആ ഒരു ഡയമെൻഷൻ ചേഞ്ച് ഇംഗ്ലണ്ടിൻ്റെ ബോളിംഗ്, ഇതുവരെ ഇല്ലാത്ത ഒരു എക്സ് ഫാക്ടർ ഇംഗ്ലണ്ടിൻ്റെ ബോളിങ്ങിൽ ഇന്നലെ ഉണ്ടായിരുന്നു. സൂപ്പർ ബോളിംഗ്. ഒരു എക്കോണമി നോക്കിയാൽ അറിയാം, ജോഫ്ര ആർച്ചറിന് 2.20 ആണ് എക്കോണമി. അത്രയും കുറച്ച് റൺസ് ജോഫ്ര ആർച്ചർ കൊടുത്തുള്ളൂ 10 ഓവർ എറിഞ്ഞിട്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ആ ഒരു പാർട്ട്ണർഷിപ്പ്, അതായത് ബ്രൈഡൻ കാൾസും ജെമി സ്മിത്തും കൂടെയുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പ്. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൻ്റെ വാലറ്റം, ആ ലാസ്റ്റ് 3 വിക്കറ്റ്സ് 118 റണ്ണാണ് അടിച്ചത്. സൂപ്പർ ബാറ്റിംഗ്. ഇത് നമ്മൾ കഴിഞ്ഞ ടെസ്റ്റിലും അതിന് മുമ്പത്തെ ടെസ്റ്റിലും എല്ലാം കണ്ടു എത്രത്തോളം ഇംഗ്ലണ്ടിൻ്റെ വാലറ്റം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന്. അതൊരു വലിയ ഡിഫറൻസ് ആണ് മാച്ചിൽ ഉണ്ടാക്കുന്നത്. ഇന്നലത്തെ ദിവസം അത് തന്നെയായിരുന്നു. അതിനിടയ്ക്കാണ് ശുഭ്മൻ ഗില്ലിൻ്റെ ഈ ബോൾ ചേഞ്ചിങ് സ്ട്രാറ്റജി. ബൂംറ അത്രയും വിക്കറ്റ് എടുത്ത് നിൽക്കുന്ന സമയത്താണ് ബോൾ ചേഞ്ച് ചെയ്തത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതൊരു അൺനെസസറി ചേഞ്ച് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത്രയും വിക്കറ്റ് ഓഫർ ചെയ്ത്, അത്രയും നല്ല രീതിയിൽ വിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്ത് ആ ഒരു ബോൾ അപ്പോൾ ചേഞ്ച് ചെയ്യണം. എത്ര പ്രാവശ്യമാണ് ബോൾ ചേഞ്ച് ചെയ്തത്? ശരിക്കും പറഞ്ഞാൽ ഒരു ഫോക്കസ്, ടീമിൻ്റെയും ക്യാപ്റ്റൻ്റെയും ഫോക്കസ് ആ ഒരു ബോൾ ചേഞ്ചിങ്ങിലേക്കും അതിലേക്കൊക്കെ ശ്രദ്ധ മാറിയിട്ട് ആ ഒരു സമയത്ത് ഇംഗ്ലണ്ട് നൈസായിട്ട് സ്കോർ ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. 118 റണ്ണ് ലാസ്റ്റ് 3 വിക്കറ്റിൽ അടിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് ഒരു ഡിഫറൻസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു ബോൾ ചേഞ്ചിങ് കോലാഹലത്തിലെ പോലെ തന്നെ വേറൊരു ബിഗ് ഫാക്ടർ ആയിരുന്നു കെ എൽ രാഹുൽ വിട്ട ജാമി സ്മിത്തിൻ്റെ ആ ഒരു ക്യാച്ച്. അത് ഉണ്ടാക്കാൻ പോകുന്ന ഡിഫറൻസ് വളരെ വലുതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കെ എൽ രാഹുൽ സാധാരണ അങ്ങനെ ക്യാച്ച് വിടാറുള്ളതല്ല, പക്ഷേ ആ ഒരു ക്യാച്ച് വിട്ടത് വളരെ വലിയൊരു വില കൊടുക്കേണ്ടി വന്നു ഇന്നലത്തെ ദിവസം. അതുപോലെ ഈ ടെസ്റ്റിലും അതൊരു വലിയ ഡിഫറൻസ് ആവുമെന്ന് ഞാൻ കരുതുന്നു. ക്യാച്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നേരെ ജോ റൂട്ടിൻ്റെ ഒരു സ്പെക്ടാക്കുലർ ക്യാച്ച് ഇന്നലെ നമ്മൾ കണ്ടു. ഇപ്പോൾ ജോ റൂട്ടാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ കീപ്പർ അല്ലാതെ ഏറ്റവും കൂടുതൽ ക്യാച്ച് എടുക്കുന്നത്. ഹിസ്റ്ററി ഓഫ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ക്യാച്ച് എടുത്തിരിക്കുന്നത് ജോ റൂട്ടായിരുന്നു. ആ ക്യാച്ച് ഒരു രക്ഷയില്ലായിരുന്നു. സൂപ്പർ ക്യാച്ചായിരുന്നു അത്. ജോ റൂട്ട് മൊത്തത്തിൽ 211 ക്യാച്ച് ഇപ്പോൾ എടുത്തു കഴിഞ്ഞു ടെസ്റ്റ് ക്രിക്കറ്റിൽ. രാഹുൽ ദ്രാവിഡിനെയാണ് മറികടന്ന് ഏറ്റവും കൂടുതൽ ക്യാച്ച് എടുക്കുന്ന ഫീൽഡറായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നത്. വേറെ റെക്കോർഡും കൂടെ ഇന്നലെ ഉണ്ടായിരുന്നു. ജാമി സ്മിത്ത് ഇന്നലെ 1000 റൺസ് തികച്ചു. 21 ഇന്നിങ്സിലാണ് 1000 റൺസ് തികച്ചത്. അത് നമ്മുടെ ക്വിൻ്റൺ ഡിക്കോക്കുമായിട്ട് ഷെയർ ചെയ്യാണ് ഫാസ്റ്റസ്റ്റ് 1000 റൺസ്. ജാമി സ്മിത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഐ എം എ ബിഗ് ഫാൻ. ഇത്രയും ചെറിയ ഇന്നിങ്സുകൾക്കുള്ളിൽ തന്നെ വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കാനും വലിയൊരു മാർക്ക് ടെസ്റ്റ് ക്രിക്കറ്റിൽ മാർക്ക് ചെയ്യാനും ജാമി സ്മിത്തിന് സാധിച്ചിട്ടുണ്ട്. റൺസ് അടിക്കുന്ന രീതി നമ്മൾ കഴിഞ്ഞ 2 ടെസ്റ്റുകളും കണ്ടു. വളരെ ഈസി ആയിട്ട് റൺസ് അടിക്കുന്നത്. ആ ഒരു പൊസിഷനിൽ വന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് ക്വിക്കായിട്ട് റൺ സ്കോർ ചെയ്യാന്ന് പറഞ്ഞാൽ വല്ലാതെ ഹെർട്ട് ചെയ്യും എതിരാളികളെ. കാരണം ഇത്രയും വിക്കറ്റൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്പർ 7 ഒരു ബാറ്റ്സ്മാൻ ഇറങ്ങിയിട്ട് ഇത്ര ഈസി ആയിട്ട് റൺ അടിക്കുക എന്ന് പറയുമ്പോൾ എതിർ ടീമിൻ്റെ ക്യാപ്റ്റൻ അത്ര സുഖമുള്ളൊരു കാര്യമല്ല. ഇനി ഇന്ത്യയുടെ ബാറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ കെ എൽ രാഹുലിൻ്റെ മാസ്റ്റർ ക്ലാസ് ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ സൂപ്പർ ബാറ്റിംഗ്. ഇങ്ങനെയുള്ള ഡിഫിക്കൽട്ട് കണ്ടീഷൻസിലാണ് കെ എൽ രാഹുൽ ഏറ്റവും 100% കൊടുക്കുക നമ്മൾ സാധാരണ കാണാറുള്ളത്. അത് തന്നെ ഇന്നലെയും ആവർത്തിച്ചു. സത്യം പറഞ്ഞാൽ അൺഈവനായിട്ടുള്ള ഒരു ബൗൺസ്, ഈ ജോഫ്ര ആർച്ചർ വരുമ്പോൾ ഉള്ള ഇംഗ്ലണ്ടിൻ്റെ ഒരു പുതിയ ഡയമെൻഷൻ, ഇതിനെയൊക്കെ കെ എൽ രാഹുൽ അതിജീവിച്ച രീതി സൂപ്പറായിരുന്നു. അതുപോലെ തന്നെ കരുൺ നായർ സൂപ്പറായിട്ട് ബാറ്റ് ചെയ്ത് വീണ്ടും നിർഭാഗ്യപരമായിട്ട് സൂപ്പറായിട്ടുള്ളൊരു ക്യാച്ച് ജോ റൂട്ട് എടുത്ത് കരുൺ നായറിന് 40 റൺ അടിച്ചു. പക്ഷേ
ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇങ്ങനെ ഒരു പ്രഷർ, കരുണാൻ്റെ പ്രഷർ ഒരു വേറെ ലെവലിൽ പ്രഷറാണ്. കാരണം ഇത്രയും വർഷങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ടീമിലേക്ക് എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മാച്ചിലും ഫെയിലിയർ ആകുമ്പോൾ ആ പ്രഷർ ഇങ്ങനെ ബിൽഡപ്പായി വരികയാണ്. അത് കളിക്കുമ്പോൾ അതൊരു പ്രത്യേക രീതിയിലുള്ള പ്രഷറാണ്. കാരണം ഇനി തൻ്റെ മുമ്പിൽ ഒരു വേറെ ചാൻസ് ഇല്ല, ഇതിൻ്റെ ലാസ്റ്റ് ചാൻസ് ആണെന്ന് അറിയുമ്പോൾ ഉള്ളൊരു പ്രഷറും. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് വിട്ടിട്ട് ബാറ്റിങ്ങിൽ മാത്രം ശ്രദ്ധിക്കുക എന്ന് പറയുമ്പം വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും 40 റൺസ് വാല്യുബിൾ ആയിരുന്നു, സൂപ്പർബായിട്ട് ബാറ്റ് ചെയ്തു. അതുകൊണ്ട് ഋഷഭ് പന്തും KL രാഹുലുമാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. നാളത്തെ ദിവസത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഷ്യലാണ്. KL രാഹുലിൻ്റെ ഇന്നിങ്സ് ക്രൂഷ്യലാണ്. കാരണം KL രാഹുലിനെ ഇന്ത്യയെ ഒരു കരയ്ക്ക് എത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഒരുപാട് ദൂരം മുന്നോട്ട് പോകാറുണ്ട്. പന്തിന് നമുക്കൊരു 50-50 പറയാൻ പറ്റത്തുള്ളൂ. ചിലപ്പം ഒരു പക്ഷേ ഒരു സൂപ്പർ ഇന്നിങ്സ് കളിച്ച് ഇന്ത്യ ഇതിൽ നിന്ന് പെട്ടെന്ന് രക്ഷിച്ച് കളയാം, ചിലപ്പോൾ കളഞ്ഞിട്ട് പോയി കളയാം. അതുകൊണ്ട് ആ ഒരു ഇരുതലയുള്ള വാളാണ് പന്ത്. പക്ഷേ KL രാഹുലാണ് ഇന്ത്യയുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. KL രാഹുൽ എത്രത്തോളം ബാറ്റ് ചെയ്യുന്നു അത്രത്തോളം ഇന്ത്യക്ക് ഈ ഒരു സ്കോറിൻ്റെ അടുത്തേക്ക്, ഇംഗ്ലണ്ടിൻ്റെ സ്കോറിൻ്റെ അടുത്തേക്ക് എത്താനോ അല്ലെങ്കിൽ ലീഡ് അടിക്കാനുള്ള ചാൻസ് അധികമാണ്. സോ KL രാഹുലാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ കീ. ഇനി ഇംഗ്ലണ്ടിൻ്റെ സൈഡിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ഷമയോടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർക്ക് റിസൾട്ട് കിട്ടും. കൂടുതലായിട്ട് ഓവറായിട്ട് ഒന്നും ട്രൈ ചെയ്യാനായിട്ടില്ല. ഇന്ന് ആകാശ്ദീപും സിറാജും ഒക്കെ ചെയ്തത് കണ്ടാൽ അവർ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ ശ്രമിച്ചിട്ടാണ് അവർ അൺസക്സസ്ഫുൾ ആയിട്ട് പോകുന്നത്. അതേസമയം ബൂംറ കണ്ടീഷൻസിനെ വളരെ നൈസായിട്ട് യൂസ് ചെയ്യുക ചെയ്തത്. അത് തന്നെയാണ് ഇംഗ്ലണ്ട് ബോളേഴ്സും ചെയ്യാൻ പോകുന്നത്. അവിടെ ഏറ്റവും വലിയൊരു ടാർഗറ്റ് തീർച്ചയായിട്ടും KL രാഹുലായിരിക്കും. KL രാഹുലിനെ എടുത്തു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഒരു ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വാലറ്റാണ് ഇന്ത്യക്കുള്ളത്. പിന്നെ ഒരു രവീന്ദ്ര ജഡേജ മാത്രമാണ് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളത്. സോ KL രാഹുലായിരിക്കും അവരുടെ പ്രൈമറി ടാർഗറ്റ്. ഒരു 40 റണ്ണുകൾ ലീഡ് നേടാൻ ഇംഗ്ലണ്ടിന് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ശക്തമായിട്ടുള്ള ഒരു അപ്പർ ഹാൻഡ് കിട്ടും. അതുപോലെ തന്നെ ഇന്ത്യക്കും ഒരു 30-40 ലീഡെങ്കിലും നേടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അപ്പർ ഹാൻഡ് ഇന്ത്യക്ക് തീർച്ചയായിട്ടും ലഭിക്കും. പിന്നെ 5th ഡേ ബാറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ഇന്ത്യക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ചലഞ്ച്. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെ പോകുന്നു, ആര് അപ്പർ ഹാൻഡ് നേടുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ശേഷം റിവ്യൂവിൽ കാണുന്നതിന് വരെ ബൈ.